ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത എന്നത് ഇൻഡോറിലെ കുടിവെള്ള മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയം ആയിരുന്നു. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്ന് എന്നാണ് ഇൻഡോറിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലാകട്ടെ ഏറ്റവും വൃത്തിയുള്ള ഒന്നാമത്തെ നഗരമായി ഇൻഡോറിനെ വിലയിരുത്തുന്നുണ്ട്. 2016 മുതൽ ആണ് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നഗരങ്ങളുടെ വൃത്തി സംബന്ധിച്ച പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അന്ന് മുതൽ 2016 മുതൽ കഴിഞ്ഞ 8-9 വർഷങ്ങളായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ എന്നതാണ്. ഒരു പരിധിവരെയെങ്കിലും അത് ശരിയാണ് എന്ന് നമുക്ക് ഇൻഡോറിൽ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇൻഡോർ. എന്നാൽ പോലും ഇൻഡോറിൽ ഉള്ള ജനങ്ങൾ വലിയ തോതിൽ വൃത്തി സൂക്ഷിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെ ഈ കേരളം പോലെയുള്ള സംസ്ഥാനവുമായി നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് ഇൻഡോറിനെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം ഓരോ പ്രദേശത്തും അവരുടെ വൃത്തി എന്നത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള മലയാളികൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും കുളിക്കുന്നവരായിരിക്കും. 2-3 തവണയൊക്കെ കുളിക്കുന്നവർ അടക്കം ഉണ്ട് എന്നത് നമുക്കറിയാം. അപ്പോൾ ശാരീരികമായ വൃത്തിയടക്കം നമ്മൾ പുലർത്തുന്നവരാണ്. ഇതേ മലയാളികൾ തന്നെ ഒരു ജോലി ആവശ്യത്തിന് ഡൽഹിയിലേക്ക് പോയാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ കനത്ത തണുപ്പാണുള്ളത്. ആ തണുപ്പ് കാലത്ത് 2 നേരമൊക്കെ കുളിക്കുക എന്നത് പ്രായോഗികമല്ല. അപ്പോൾ വൃത്തി എന്നത് ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, സാമൂഹികാവസ്ഥ, ഇതിനെല്ലാം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എന്തു തന്നെയാണ് എങ്കിലും ഇൻഡോറിൽ കഴിഞ്ഞ ദിവസം മലിനജലം കുടിച്ച് നിരവധി പേർ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിലെ കുടിവെള്ളം വിഷമോ എന്ന ചോദ്യം ഉയർന്നത്. അവിടെ നമ്മൾ ആദ്യം പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇൻഡോറിൽ സംഭവിച്ചത് എന്നത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. അതായത് ഇൻഡോർ എന്ന് പറയുന്ന ഈ കോർപ്പറേഷനിലേക്ക് ജലം എത്തിക്കുന്നത് നർമ്മദാ നദിയിൽ നിന്നാണ്. നർമ്മദാ നദിയിൽ നിന്ന് ഇൻഡോറിലേക്കുള്ള ദൂരം എന്നത് 70 കിലോമീറ്റർ ആണ്. അതായത് ഈ നർമ്മദാ നദിയിലെ ജലം 70 കിലോമീറ്റർ ദൂരമുള്ള ഇൻഡോറിൽ ആണ് എത്തിച്ച് അത് ശുദ്ധീകരിച്ച് ഇൻഡോറിലെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുന്നത് എന്നതാണ്. ഇൻഡോറിൽ ഈ നർമ്മദാ നദിയിൽ നിന്ന് എത്തിക്കുന്ന ജലം ശേഖരിച്ചിട്ടുള്ളത് ഏതാണ്ട് 534 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കിൽ ആണ് എന്നതാണ്. ഈ 534 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കിൽ ശേഖരിക്കുന്ന ശുദ്ധജലം ആണ്. ആ ശുദ്ധജലമാണ് ചെറു പൈപ്പുകളിലൂടെ ഇൻഡോർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വിതരണം ചെയ്യുന്നത് എന്നതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് സമാനമായ തരത്തിൽ ഉള്ള കുടിവെള്ള വിതരണ സംവിധാനം തന്നെയാണ് ഇൻഡോറിലും ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത് എന്നതാണ്. ഇൻഡോറിൽ ഈ വൃത്തി ഉള്ള നഗരം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കക്കൂസ് മാലിന്യങ്ങൾ എന്നത് അവർ ശേഖരിക്കുകയും അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ശേഖരിക്കുകയും അത് ശേഖരിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ള പൈപ്പുകൾ എങ്ങനെയാണോ വിതരണം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സീവേജ് പൈപ്പുകളും ആ നഗരത്തിലൂടെ കടന്നു പോകുന്നത്. ഓർക്കുക, ഏതാണ്ട് 3000 കിലോമീറ്റർ ദൂരമാണ് ഈ പൈപ്പുകളുടെ നീളം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ സീവേജ് പൈപ്പുകളിലൂടെ ശേഖരിക്കുന്ന ഈ കക്കൂസ് മാലിന്യങ്ങൾ പ്രത്യേകമായ പ്ലാന്റുകളിൽ ശുചീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് 10 ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആണ് ഇൻഡോറിൽ ഉള്ളത്. ഈ ഇൻഡോറിൽ ഈ ശുചീകരണ പ്ലാന്റുകളിലൂടെ 412.5 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയാണ് ഇതിനുള്ളത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഓരോ പ്രദേശത്തിൻ്റെയും വൃത്തി എന്നത് ആ ജീവിത രീതിയും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ 100 ഡിവിഷനുകൾ ഉള്ള ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരത്തേത്. 101 ഡിവിഷൻ, ഏറ്റവും പുതിയതനുസരിച്ച് 101 ഡിവിഷൻ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ ജീവിക്കുന്നവരുടെ എണ്ണം എന്നത് 10 ലക്ഷത്തിൽ താഴെയാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾ ഉള്ളത് കൊച്ചിയിലാണ് എന്ന് നമുക്കറിയാം. ആ കൊച്ചിയിൽ ഏതാണ്ട് 9 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമാണ് ജീവിക്കുന്നത്. എന്നാൽ ഇൻഡോറിൽ 85 ഡിവിഷനുകൾ ഉണ്ട്. ആ കോർപ്പറേഷന് 30 ലക്ഷത്തിലധികം, 34 ലക്ഷത്തോളം എന്നതാണ് അതിൻ്റെ കണക്ക്. അത്രയും അധികം ആളുകളാണ് ആ കോർപ്പറേഷൻ മേഖലയിൽ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക, ആ സംസ്കരിച്ച മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന ജലം, ആ ജലത്തിൻ്റെ 30% ഇൻഡോറിലെ പരിസര പ്രദേശങ്ങളിലുള്ള ഉദ്യാനങ്ങൾ നനയ്ക്കുന്നതിന് വേണ്ടി ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ആ മേഖലയിലെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കക്കൂസിൽ നിന്നുണ്ടാകുന്ന ജലം
ശൗചാലയങ്ങളിൽ നിന്നുണ്ടാകുന്ന ജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നു. ബാക്കി 70% ജലവും കൻഹാ നദിയിലേക്ക് ആണ് ഒഴുക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. ഇവിടെ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? അതായത് സീവേജ് പൈപ്പുകളും അതോടൊപ്പം കുടിവെള്ള പൈപ്പുകളും ഒരേ പ്രദേശത്തു കൂടി തൊട്ടടുത്ത് ആണ് കടന്നു പോകുന്നത് എന്നതാണ് ഈ ദുരന്തത്തിന് കാരണം എന്നതാണ്. മാത്രവുമല്ല, ഈ പൈപ്പുകൾക്ക്, കുടിവെള്ള പൈപ്പുകൾക്കും അതോടൊപ്പം തന്നെ സീവേജ് പൈപ്പുകൾക്കും വർഷങ്ങളുടെ പഴക്കം ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പദ്ധതി, അതായത് ഈ നഗര പദ്ധതികളൊക്കെ അനുസരിച്ച് ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ആ തുകയൊന്നും കൃത്യമായി ചെലവഴിക്കുന്നില്ല എന്നും ഇത്തരം പോരായ്മകൾ പരിഹരിക്കുന്നില്ല എന്നതുമാണ് ആക്ഷേപം. അങ്ങനെയാണ് അവിടെ ഈ മാലിന്യം ചോർന്നത്. അത് സീവേജ് പൈപ്പ് ചോരുകയും അതുപോലെ തന്നെ കുടിവെള്ള പൈപ്പ് ചോരുകയും ചെയ്തു. ഇങ്ങനെ ഈ ചോർച്ചയുണ്ടായ ഭാഗത്ത് ഈ മലിനജലം കുടിവെള്ളത്തിൽ കലർന്നു എന്നും അങ്ങനെയാണ് അങ്ങനെ മലിനജലമായി മാറുകയും വിഷജലമായി മാറുകയും ചെയ്തത് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരുടെ പ്രധാന ആക്ഷേപം എന്നത് ഇങ്ങനെയൊരു വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷവും അതിന് അധികൃതർ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബർ 21 അണുബാധ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഇങ്ങനെയൊരു അണുബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആദ്യം പരിശോധിക്കേണ്ടത് കുടിവെള്ളമാണ്. പക്ഷേ 8 ദിവസങ്ങൾക്ക് ശേഷമാണ് കുടിവെള്ളം പരിശോധിച്ചത് എന്ന പരാതി നിൽക്കുന്നു. അപ്പോഴേക്കും ഡിസംബർ 30 അവിടെ ഒരു മരണം സ്ഥിരീകരിക്കുന്നു. പിന്നീടാണ് മരണസംഖ്യ ഉയരുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.